പ്രൈസ് ദി ലോർഡ്. വീണ്ടും എന്ന യേശുക്രിസ്തു നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ ഷാരോൺ ടിവിയിൽ കൂടെ ഈ ദൈവവചനം ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം നാവ് എന്നാണ്. യാക്കോബ് ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 2 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. നാവ് അല്ലെങ്കിൽ വാക്ക് ദൈവജനത്തിന് വളരെ ഉപയോഗമുള്ള കാര്യമാണ്. ദൈവം ആദിയിൽ സൃഷ്ടിപ്പ് നടത്തിയത് വാക്കുപയോഗിച്ചാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. സൃഷ്ടിപ്പ് നടത്തിയപ്പോൾ കർത്താവിൻ്റെ വചനത്തെ അയച്ചാണ് കർത്താവ് സൃഷ്ടിപ്പ് നടത്തിയതെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ശൂന്യത നോക്കി ദൈവം സംസാരിച്ചു. ഭൂമി പാഴും ശൂന്യമേ കിടന്നപ്പോൾ ദൈവം ആ ശൂന്യത നോക്കി സംസാരിച്ചു. അവിടെ സൃഷ്ടിപ്പുണ്ടായി. ആ പാഴും ശൂന്യമായി കിടന്ന ഭൂമിയുടെ ആഴത്തിൽ ഒരു ഇരുളുണ്ടായിരുന്നു. ഇരുള് ആമേൻ അവിടെ കൺട്രോൾ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ മൂടി നിൽക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ശബ്ദം അതിനെ ഓവർകം ചെയ്ത് ഒരു നമ്മൾ കാണുന്ന തരത്തിലേക്ക് കർത്താവിൻ്റെ സൃഷ്ടിപ്പ് നടത്തുവാൻ കർത്താവ് ഇടവരുത്തി. അതേ അധികാരത്തിലാണ് ദൈവം മനുഷ്യനെയും നിർമ്മിച്ചത്. മനുഷ്യൻ്റെ വായിൽ നമുക്കറിയാം, ഉൽപ്പത്തി വായിക്കുമ്പോൾ ആദാം എന്തിനൊക്കെ പേരിട്ടോ അതിന് അങ്ങനെ തന്നെ ആയി മാറി. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പിതാവ് സൃഷ്ടിച്ചതിന് ആദാം പേരിട്ടപ്പോൾ ആ പേര് അങ്ങനെ തന്നെയായി, അങ്ങനെ സംഭവിച്ചു. അതേ അധികാരത്തിലാണ് മനുഷ്യനെയും ദൈവം നിർമ്മിച്ചു വെച്ചത്. എന്നാൽ എവിടെയൊക്കെ തെറ്റിപ്പോയി, വാക്കിൽ തെറ്റിപ്പോയി. ഹൗവ പാമ്പുമായുള്ള സംസാരത്തിൽ അവിടെ വാക്കിൽ തെറ്റിപ്പോയി, കുടുങ്ങിപ്പോയി, അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഈ വാക്ക് നാവ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ 3-ാമത്തെ തന്നെ പറഞ്ഞു, ഇതൊരു തീയാണ്. നാവ് ഒരു തീ. 3:5 പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ തന്നെ നാവും ഒരു ചെറിയ അവയവമെങ്കിലും അത് വളരെ ബമ്പ് പറയുന്നു, അത് കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് ഒരു തീ പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നാവ് ഒരു തീ തന്നെയെന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ നാവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുതിര, കപ്പൽ എന്നൊക്കെ ഉദാഹരണങ്ങൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. സദൃശവാക്യം 18:21 വായിക്കുമ്പോൾ കാണാൻ കഴിയും, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിനിഷ്ടപ്പെടുന്നവൻ അതിനെ അനുഭവിക്കും. ഹല്ലേലൂയ. ജീവനും മരണവും. നമ്മുടെ നാവിനകത്ത് ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവം തന്ന അധികാരത്തെ വേണ്ടുമണ്ണം ഉപയോഗിക്കാൻ കഴിയാതെ മനുഷ്യൻ തൻ്റെ വായിൽ അവൻ വരുന്ന വാക്കുകളെ പറയുന്നു. അവൻ ഇഷ്ടമുള്ള വാക്ക് പറഞ്ഞ് അതിൻ്റെ ഫലം അനുഭവിക്കുകയാണ്. യെശയ്യാവ് 57-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം പറഞ്ഞു, അവരുടെ അധരത്തിൻ്റെ ഫലങ്ങളെ ഞാൻ സൃഷ്ടിക്കും. അവരെന്തു പറയുന്നുവോ അത് സൃഷ്ടിക്കും. യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 22 വാക്യങ്ങൾ കാണാൻ കഴിയും. ഐ വിൽ എസ്റ്റാബ്ലിഷ് ദയർ വേർഡ്. അവർ പറയുന്ന കാര്യത്തെ ഞാൻ സ്ഥിരീകരിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു. നമ്മൾ എന്ത് പറയുന്നുവോ അതിൻ്റെ അകത്തൊരു പ്രവൃത്തി വെളിപ്പെടുന്നത് കാണാൻ കഴിയും. അതെ, ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അവർക്ക് ഗുണവും ചെയ്യും, ദോഷവും ചെയ്യും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 12-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയും, അതിനെ 37, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 37-ാം വാക്യം പറയുന്നു, ആമേൻ, നിന്റെ വാക്കുകളാൽ നീതിരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ആമേൻ. അതിൻ്റെ കുറച്ച് മുമ്പോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നതാണ്, 35-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്,
നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഈ വാക്കുകളെ നമ്മൾ പറയുമ്പോൾ, നാവിനെ പറ്റി പറയുമ്പോൾ, ഈ നാവെന്ന അവയവത്തെ പറ്റിയല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പിന്നിൽ നാവിൽ കൂടെ വാക്കുകൾ പുറത്തു വരണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടുന്നതാണ് പുറത്തു വരുന്നത്. ആമേൻ. അവൻ്റെ ഹൃദയത്തിൽ എന്ത് നിക്ഷേപിക്കുന്നുവോ അത് പുറത്തു വരും. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയും, 1:20 വായിക്കുമ്പോൾ കാണാൻ കഴിയും, സകല ദുഷ്ടതയും കളഞ്ഞ് അതിന് ആധിക്യം കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഉൾനട്ട വചനം സ്വീകരിക്കണം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് എന്ത് നിറയ്ക്കുന്നുവോ അതാണ് പുറത്തു വരുന്നത് വായിക്കൂടെ. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ നാവിനെ ശുദ്ധീകരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആമേൻ നടക്കത്തില്ല. ഹൃദയത്തിനകത്ത് പല കയ്പുകൾ കിടപ്പുണ്ട്. യാക്കോബ് ലേഖനം 3-ാം അധ്യായത്തിൽ വീണ്ടും അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. ആമേൻ. നിങ്ങളുടെ അതിൻ്റെ 3:14 വായിക്കുമ്പോൾ കാണാൻ കഴിയും, 3:14 വാക്യം, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവുമുണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഫോഷ്ക്ക് പറയുകയും അരുത്. ഇപ്പോൾ ഫോഷ്ക്ക് പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കിടക്കുന്നത് കയ്പും ഈർഷ്യയും ശാഠ്യവും. കയ്പ്, ഈർഷ്യ, ശാഠ്യം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ കയ്പും ഈർഷ്യയും ശാഠ്യവും നോക്കുമ്പോൾ കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വ്യക്തികളുണ്ടാകും, സംഭവമുണ്ടാകും. ആരുടെങ്കിലും എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിൻ്റെ പിന്നിലാണ് ആ സംഭവത്തിൽ ബേസ് ചെയ്താണ് ഈ കയ്പും ഈർഷ്യയും ശാഠ്യവും കിടക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഒരു മനുഷ്യനെതിരെ കയ്പ് വെച്ചാൽ, ഒരു മനുഷ്യനെതിരെ ദുർശാഠ്യം വെച്ച് കഴിഞ്ഞാൽ, അവനെതിരെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ആ വ്യക്തി എന്തോ നമുക്കെതിരെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അത് കാരണം നമ്മുടെ ലൈഫിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാം അറിയേണ്ട ഒരു കാര്യം, അത് അവനെയല്ല നശിപ്പിക്കുന്നത്, നമ്മുടെ ഹൃദയത്തെയാണ്, നമ്മുടെ മനസ്സിനെയാണ്. നമ്മുടെ മനസ്സ് മലിനപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് നമ്മുടെ നാവിൽ കൂടെ പുറത്തു വരും. അങ്ങനെ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് നമുക്ക് എന്താണ് പറയുന്നത് അത് നമ്മൾ സൃഷ്ടിക്കപ്പെടും. അങ്ങനെയാണ് ചില മനുഷ്യർ തകർന്നു പോകുന്നതും ചില മനുഷ്യർ പണിയപ്പെടുന്നതും. എന്ത് തകർച്ച വന്നോട്ടെ, എന്ത് പ്രശ്നം വന്നോട്ടെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുക. സദൃശ്യവാക്യങ്ങൾ 4:23 വാക്യം കാണാൻ കഴിയും, സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊള്ളുക, കാരണം അവിടെ നിന്നാണ് ജീവന്റെ ഉറവ വെളിപ്പെടുന്നത്. ആമേൻ. ഒരുവൻ അന്യഭാഷ പറയുമ്പോൾ, ആത്മാവിൽ സംസാരിക്കുമ്പോൾ ഹൃദയത്തിൽ പകരപ്പെട്ട, അകത്തെ മനുഷ്യനിൽ പകരപ്പെട്ട ജീവന്റെ ഉറവകൾ പുറത്തുവരികയാണ്. ആമേൻ. വചനം പഠിപ്പിക്കുന്നു, മനുഷ്യന്റെ ഹൃദയം ആഴമുള്ള കിണർ. ബുദ്ധിമാനി ജ്ഞാനി അതിന് കോരുന്നു. അതർത്ഥം നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്ക് അളക്കുവാൻ കഴിയാത്തോളം വിശാലതയിൽ കർത്താവ് നിർമ്മിച്ചിരിക്കുകയാണ്. അതാണ് മത്തായി സുവിശേഷം 12 വായിച്ചത് നമ്മൾ. നല്ല മനുഷ്യൻ ഹൃദയത്തെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്, നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ നല്ല നിക്ഷേപങ്ങൾ ഹൃദയത്തുണ്ടാകണം. ഇത് പറയുമ്പോഴാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനകത്ത് പലതരം സ്റ്റോറേജുകളുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നന്ദി പറഞ്ഞു പാടാറുണ്ട്, സ്തുതിക്കാറുണ്ട്, സ്തോത്രം ചെയ്യാറുണ്ട്, അല്ലേ? നാം കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ എങ്ങനെ ചെന്നോ അവൻ്റെ ഉപകാരങ്ങളെ ഓർത്ത്. ഇപ്പം ചില കാര്യങ്ങളെ ഓർക്കുമ്പോൾ നമ്മുടെ വായിന്ന് അറിയാതെ സ്തോത്രം വരും. ഹല്ലേലൂയ. ചിലപ്പോൾ ചില ആൾക്കാർ ചേരല്ലേ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു വാഹനം നമ്മൾ അടുത്തൂടെ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡിനകത്ത് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്നൊരു വിടുതൽ കിട്ടി, അവിടെ ആ വണ്ടി ഇടിക്കാതെ പോയി. അപ്പോൾ നമ്മൾ പറയും, അയ്യോ അത് ഓർത്ത് ഞാൻ എന്താ സ്തുതിക്കുന്നു. എന്നാൽ ചില വ്യക്തികൾ, ചില ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ചില വ്യക്തികളെ പറ്റി ചിന്തിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ
കോപം വരും. കാര്യം അവർ ചെയ്ത സംഭവങ്ങൾ അവരുടെ മനോഫലങ്ങളിൽ അടിഞ്ഞു കിടക്കും. അത് അവരുടെ മനസ്സിനെ മലിനമാക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? നമ്മുടെ അകത്തൊരു ശുദ്ധീകരണം വെളിപ്പെടണം. ശുദ്ധീകരണം പാപത്തിൻ്റെ വിഷയം മാത്രമല്ല. ഈ കയ്പുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ, ആമേൻ, ഒരാളോട് അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് നമ്മളെ മലിനപ്പെടുത്തും. ഹല്ലേലൂയ. ബിറ്റർനെസ് ഈസ് ഈക്വൽ ടു പോയ്സൺ. വിഷമം അല്ലെങ്കിൽ കയ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വിഷം പോലെയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും ശല്യപ്പെടുത്തിയ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളുടെ അകത്തുനിന്ന് കോപം വെളിപ്പെടുന്നു. ആ കോപം ചിലപ്പോൾ മൈഗ്രെയിൻ ഹെഡേക്ക് ഉണ്ടാക്കുന്നു, ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്നു, അസ്വസ്ഥത ഉണ്ടാക്കുന്നു. കാര്യം അത് രോഗം കൊണ്ടുവരികയാണ്. അത് നിങ്ങളുടെ അകത്ത് അസ്വസ്ഥത കൊണ്ടുവരികയാണ്. അത് കാരണം വരുന്ന രോഗത്തിന് ഈ ഭൗമികപരമായ മരുന്ന് കഴിച്ച സൗഖ്യം ഉണ്ടാകുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ കയ്പിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നാം പുറത്തു വരണം. അവിടെ സൗഖ്യം പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ഒരു വിടുതൽ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളറ ഹൃദയത്തിനകത്ത് കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ അത് സത്യത്തിന് വിരോധമായി സംസാരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? അവിടെ നിന്ന് വിഷയത്തല്ല പറഞ്ഞത്, അവിടെ നിന്ന് സത്യത്തിന് വിരോധമായി നമ്മളെ രക്ഷപ്പെടുത്താൻ പറയും. അപ്പോൾ എന്ത് സംഭവിക്കും? ദൈവമക്കളെ, നമ്മുടെ വായ്ക്കകത്തുകൂടെ ദൈവത്തിന് ഹിതമില്ലാത്ത വാക്കുകൾ പുറത്തു വരും. ഒത്തിരി കള്ളം പറയേണ്ടിയിരിക്കുന്നു. ഒത്തിരി കുറ്റപ്പെടുത്തി പറയേണ്ടിയിരിക്കുന്നു. ഞാനല്ല ചെയ്തത്, ആ വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നമ്മൾ കറക്കി കുത്തി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം സംഭവിക്കുന്നു, അവൻ്റെ ശരീരത്തെ അത് ബാധിക്കുമെന്ന് യാക്കോബ് ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു. ഹല്ലേലൂയ. നാം ഇവിടെ ഒരു മർമ്മം പിടികിട്ടണം. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. എബ്രായർ 4:12 വായിക്കുമ്പോൾ കാണാൻ കഴിയും, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളത്. അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും ചിന്തകളെയും നിലവുകളെയും വേർപിടിക്കുന്ന തുളച്ചു ചെല്ലും. അത് അകത്തളങ്ങളിൽ പ്രവേശിക്കും. അത് നമ്മുടെ അവയവങ്ങളെ സ്വാധീനിക്കും, മജ്ജകളെ സ്വാധീനിക്കും, അത് നമ്മുടെ നിലവുകളെ സ്വാധീനിക്കും. നമ്മൾ ഈ ഒരു തലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിദ്വേഷം, ദേഷ്യം, കോപം, വെറുപ്പ്, കയ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ പുറത്ത് കളയാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്താലും അതിന് പുറത്തുവരാൻ കഴിയില്ല. സിനിമ കണ്ടാൽ ശരിയത്തില്ല, പാട്ട് കേട്ടാൽ പറ്റത്തില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇരുവായ്ത്തലേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനമായ ജീവന്റെ വചനത്തിൻ്റെ ശക്തി അകത്തുപോയി നമ്മുടെ അകത്തുള്ള മലിനതകളെ, നമ്മുടെ അകത്തുള്ള അസ്വസ്ഥതകളെ, നമ്മുടെ അകത്തുള്ള കുറ്റബോധങ്ങളെ, നമ്മുടെ അകത്തുള്ള പാപക്കറകളെ, വെറുപ്പുകളെ, അസ്വസ്ഥതകളെ അത് പുറത്തു കളയണം. കാര്യം അതിൻ്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മ മണ്ഡലം കിടപ്പുണ്ട്. നാം ഒരു ഭാഗം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, മറുഭാഗം കൊണ്ട് ശപിക്കുന്നു. 3:10 പറഞ്ഞാണ്, നാം ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദര, ഇത് ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഇറ്റ് ഈസ് നോട്ട് വർത്തി. അതെ, നമ്മുടെ നാവ് കൊണ്ട് വിധിക്കപ്പെടും, നമ്മുടെ നാവ് കൊണ്ട് നീതീകരിക്കപ്പെടും. അപ്പോൾ യെശയ്യാ 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയും, അവിടെ പ്രവാചകന് ഒരു അനുഭവം ഉണ്ടായി. അവിടെ പറയാണ്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അപരമുള്ളവരുടെ മധ്യ വസിക്കുന്നു. അവരുടെ മധ്യ വസിച്ചത് കൊണ്ട് പ്രവാചകന നാവും അശുദ്ധമായി തീർന്നു. അപ്പോൾ പറയാണ്, അയ്യോ, ഞാൻ നശിച്ചു പോയി, കാരണം നാവ് കാരണം നശിച്ചു പോയി. അപ്പോൾ ദൂതമെന്ന് തരുമോ, യാഗപീഠത്തിലെ ഒരു തീക്കനലെടുത്ത് അവൻ്റെ നാവിൽ തൊട്ടിട്ട് പറയാണ്, നിന്റെ അകൃത്യം പോറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. നാവിൻ്റെ മേലുള്ള അകൃത്യം, നാവിന്മേലുള്ള കയ്പുള്ള വാക്കുകൾ, നാവിൻ്റെ മേൽ ഒരു വാക്കിൽ തന്നെ സ്തുതിയും സ്തോത്രവും പ്രസംഗവും വെളിപ്പെടും. മറുഭാഗത്ത് ദൈവികമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിന്റെ ഹൃദയത്തിനകത്ത് എവിടെയോ കയ്പ് കിടപ്പുണ്ട്, എവിടെയോ ഈർഷ്യ കിടപ്പുണ്ട്, എവിടെയോ വേദന കിടപ്പുണ്ട്. എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഈ വേദന എപ്പോഴും പൊങ്ങി വരത്തില്ല.
ആ വേദനയുടെ പിൻപിൽ ഒരു പേര് കിടപ്പുണ്ടാവും, ഒരു സംഭവം കിടപ്പുണ്ടാവും. ഹല്ലേലൂയ. ഇപ്പോൾ ആമേൻ എ എന്നൊരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് എപ്പോഴൊക്കെ കാണുമോ അത് അപ്പോഴെല്ലാം നമ്മുടെ അസ്വസ്ഥത വെളിപ്പെടും. ഞാൻ പറയട്ടെ, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ, നിങ്ങളെ തകർക്കാൻ നോക്കിയ വ്യക്തികൾ, നിങ്ങളെ നശിപ്പിക്കാൻ നോക്കിയ വ്യക്തികൾ, നിങ്ങളുടെ ഭാവിയെ നശിപ്പിച്ച വ്യക്തികൾ, അവരുടെ പേരിൽ നിങ്ങളുടെ അകത്ത് ഒരു ദുരാത്മമണ്ഡലം പണിയപ്പെടുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ വചനത്തെ അകത്ത് പ്രവേശിപ്പിച്ച് ആ വ്യക്തിയുടെ പേര് പറഞ്ഞു, കർത്താവേ ആ പേരിൽ എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദുരാത്മ മണ്ഡലം പൊളിഞ്ഞു മാറിപ്പോട്ടെ എന്ന് പറഞ്ഞ് ശാസിക്കാമെങ്കിൽ അത് നിങ്ങളെ വിട്ട് മാറിപ്പോകും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് വിട്ടുമാറുകയില്ല. അത് നിങ്ങൾ അവകാശം പറയും, ഇതെൻ്റെ വസ്തുവാണെന്ന് അവകാശം പറയും, നിങ്ങളെ പറ്റി പറയും, ഇത് എൻ്റെ ഭവനമാണെന്ന് പറയും. എന്നാൽ ദൈവമക്കളെ ഞാൻ പറയട്ടെ, യേശു കർത്താവിൻ്റെ വചനം നിങ്ങളെ സ്വതന്ത്രമാക്കും. ജീവൻ്റെ വചനം അകത്ത് പോയി. ഹല്ലേലൂയ. ആമേൻ. ഈ ഈർഷ്യയും കയ്പും ശാഠ്യമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനകരമായ വേറെ സംഭവം അവിടെ പണിയാണ്. അവിടെ വായിക്കുമ്പോൾ 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയും, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും. അപ്പോൾ നമ്മുടെ അകത്ത് കയ്പുണ്ടെങ്കിൽ, നമ്മുടെ അകത്ത് വെറുപ്പുണ്ടെങ്കിൽ, നമ്മുടെ അകത്ത് ദുർശാഠ്യമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഉയരത്തിൽ നിന്നുള്ള കാര്യമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ. ഈർഷ്യ ഉള്ളിടത്ത് ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് ഒരു ഗ്യാപ്പുണ്ടേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. നമ്മൾ ചിന്തിക്കും, എനിക്കത് ഈർഷ്യ മാത്രമേ ഉള്ളൂ, എനിക്കത് ശാഠ്യം മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില കലക്കങ്ങളുണ്ട്, ചില വഴക്കുകളുണ്ട്, ദുഷ്പ്രവൃത്തികളുണ്ട്. കാര്യം അത് ബേസ് ചെയ്ത് നിൽക്കുന്നത് എവിടെ നിന്നറിയുമോ? ഭൗമികവും പ്രാകൃതവും പൈശാചികമായ വിഷയത്തിലാണ്. അപ്പം നാവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നാവിൽ കൂടെ വരുന്ന വിഷയം നാവിൽ നിന്ന് മാത്രമല്ല വെളിപ്പെടുന്നത്, അത് വെളിപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്ന്. ഹൃദയം എന്ന് പറയുന്നത് നാവ് പ്രസ്താവിക്കും. അതെ, ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗം പറയുകയാണ്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും ആമേൻ അനുസരണവും കരുണയും സൽഫലവും നിറഞ്ഞത്, പക്ഷപാതമില്ലാത്തത്, കപടമില്ലാത്തത് എന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കയ്പും ഈർഷ്യയും ശാഠ്യവും മാറ്റിയിട്ട്, പൈശാചികവും പ്രാകൃതവും ഭൗമികവും മാറ്റിയിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വെളിപ്പെട്ടു വരേണ്ടത് നിർമ്മലത, സമാധാനം, ശാന്തത, അനുസരണം, കരുണ, സൽഫലം, പക്ഷപാതം ഇല്ലാത്തത്, കപടമില്ലാത്തത്. ഇത് വെളിപ്പെടണം. ഇത് വെറുതെ വെളിപ്പെടുകയില്ല. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത്, ഒരു ഫീൽഡിൽ കപ്പ നട്ടതാണെങ്കിൽ, ആ കപ്പ നട്ടെടുത്ത് നെല്ല് നടണമെങ്കിൽ അതിന് കുറച്ച് വർക്കുണ്ട്. കപ്പ നട്ടെടുത്ത് അടുത്ത സമയത്ത് നെല്ല് നടാൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ നടാൻ പറ്റത്തില്ല. നെല്ല് നടാൻ തക്കവണ്ണം പാകമായി ആ നിലത്തെ ശുദ്ധീകരിച്ച് ക്ലീൻ ചെയ്ത് അതിനുള്ള ക്രമീകരണം ചെയ്ത് കർഷകന്മാർ അതിന് വെള്ളം നിറച്ച് അതിനകത്തുള്ള കല്ലിൻ്റെ അംശം മാറ്റി മണ്ണിനെ പശമുള്ളതാക്കി മാറ്റി വളമുള്ളതാക്കി മാറ്റിയാണ് നടുന്നത്. അപ്പോൾ ഈ കയ്പും ഈർഷ്യയും പകയും ഭൗമികവും പ്രാകൃതവും പൈശാചികമായി കിടക്കുന്ന ആ സംഭവത്തിൽ നിന്നുള്ള ഹൃദയത്തെ പെട്ടെന്ന് നമ്മൾക്ക് ഈ ആത്മീയ അതിൽ കൊണ്ടുവരാൻ ഭയങ്കര പാടായിരിക്കും. അതിനാണ് 1-ാം അധ്യായത്തിൽ അതിൻ്റെ 21-ാം വാക്യം പറയുന്നതെങ്ങനെയാണ്, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ, ഈ വചനം അകത്തുപോയി എന്ത് ചെയ്യും? നിങ്ങളെ ശുദ്ധീകരിക്കും. ഈ വചനം അകത്തുപോയി നിങ്ങളെ അത് രക്ഷയ്ക്കായി ജ്ഞാനിയാക്കി മാറ്റും. അത് നിങ്ങൾ വിടുതൽ നൽകും. ഈ വചനം അകത്തുപോയി, നമുക്കറിയാം, നമ്മളൊരു പൈപ്പ് കുറേ കാലം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് ചെളിയും അഴുക്കും കിടക്കും.
ആ പൈപ്പിൽ കൂടെ വരുന്ന ആദ്യത്തെ വെള്ളം ശുദ്ധമായ വെള്ളമായിരിക്കത്തില്ല. ആമേ, ഈ പൈപ്പിനെ ശുദ്ധീകരിക്കുന്ന വെള്ളമായിരിക്കും. ശുദ്ധീകരിച്ച് കുറേ കഴിയുമ്പോഴാണ് ആ പൈപ്പിൻ്റെ അഴുക്ക് പോയിട്ട് ശുദ്ധമായ വെള്ളം വരുന്നത്. അതുപോലെ നമ്മുടെ അകത്തെ മനുഷ്യരകത്ത്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ഏൽക്കപ്പെട്ട ആഘാതങ്ങൾ, മുറിവുകൾ, വെറുപ്പുകൾ, കയ്പുകൾ, നിരാശകൾ, വേദനകൾ, നിന്നെ ആരെങ്കിലും തള്ളിക്കളഞ്ഞുവെങ്കിൽ, നിന്നെ ആരെങ്കിലും വെറുത്തുവെങ്കിൽ, അതിൻ്റെ എല്ലാം ആഘാതങ്ങൾ അകത്ത് കിടക്കും. അത് കിടന്നിട്ടാണ് നിന്നെ കൊണ്ട് ഈ കോപമുള്ള വ്യക്തിയാക്കി മാറ്റുന്നത്. അത് കിടന്നിട്ടാണ് നിന്നെ കൊണ്ട് ഈ കയ്പിൻ്റെ വാക്കുകൾ പുറപ്പെടുന്നത്, നിന്റെ ശരീരത്തിന് നെഗറ്റീവായി നീ സംസാരിക്കുന്നത്. അതേ ദൈവമക്കളെ, ഇന്നൊരു തീരുമാനമെടുക്കാമോ? എന്നോട് കയ്പ് കാണിച്ചവരോട് ഞാൻ ക്ഷമിക്കുകയാണ്. എൻ്റെ അകത്തൊരു ശുദ്ധീകരണം, എൻ്റെ അകത്തൊരു വിടുതൽ, എൻ്റെ അകത്തൊരു സൗഖ്യം, എൻ്റെ അകത്തൊരു മാനസാന്തരം, എൻ്റെ അകത്തൊരു രൂപാന്തരം കർത്താവെ വരുത്തണം. അത് ഒരു ദിവസം പറ്റത്തില്ല. ആമേ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചന പഠനത്തിൽ, പാട്ടുകൾ പാടുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുമ്പോൾ, യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ, അത് ഒരിക്കൽ ഒരു ദൈവപ്രവൃത്തി ശക്തമായി വെളിപ്പെടും. അത് മാത്രമല്ല, പെന്തക്കോസ്തിൻ്റെ ഉണർവിനായി പത്രോസിനെ ഉപയോഗിച്ചതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഉപയോഗിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉണർവിനായി ഉപയോഗിക്കാൻ പോവുകയാണ്. അതിനായി കർത്താവ് എന്ത് ചെയ്തു? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് അഗ്നിപ്പുറപ്പുള്ള നാവുകളായി പതിഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം വെളിപ്പെടണമെങ്കിൽ നാം കേൾക്കുന്നത്, കാണുന്നത്, നാം പറയുന്നതിൽ മാറ്റമുണ്ടാകണം. നാം ആത്മാവിൽ അന്യഭാഷ പറയുമ്പോൾ, ദൈവവചനം പ്രഖ്യാപിക്കുമ്പോൾ, അത് സംസാരിക്കുമ്പോൾ, നമ്മളെ അകത്ത് അടഞ്ഞു കിടന്ന ഹൃദയത്തിനകത്ത് ഈ വചനം പോയി സർക്കിൾ ചെയ്യും. അങ്ങനെ ചെന്ന് നമ്മുടെ ബുദ്ധി മണ്ഡലങ്ങളുടെ അകത്ത് പോയി അവിടെ പ്രവർത്തിക്കും. എബ്രായർ 4 പറഞ്ഞതുപോലെ കേട്ട വചനം വിശ്വാസമായി പരിണമിക്കും. അങ്ങനെ പരിണമിച്ച് ഏത് ആത്മാക്കളെയും വിടുവിക്കും തക്കവണ്ണം ശബ്ദമായ വചനമാണിത്. ആ പ്രാണമണ്ഡലങ്ങളെ വിടുവിക്കും. നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ സൗഖ്യമുണ്ടാകും. അങ്ങനെ നിന്റെ നാവ് ഒരു പ്രവാചകന്റെ നാവായി മാറും. നീ പ്രഖ്യാപിക്കുന്നത് സംഭവിക്കാൻ പോവുകയാണ്. യെരമ്യാവ് 15:9 പറഞ്ഞങ്ങനെയാണ്, നിന്റെ വായ് നീ എൻ്റെ വായായി മാറും. നീ അധമമായത് ഉപേക്ഷിച്ച് ദൈവത്തിന് ഹിതമുള്ളത് പ്രഖ്യാപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ അകത്തൊരു മാറ്റമുണ്ടാകാൻ പോവുകയാണ്. അതേ, സ്വന്തം നാവ് നമുക്ക് അനുകൂലമായി സംസാരിക്കണം. സ്വന്തം നാവ് നമ്മളെ അനുഗ്രഹിക്കണം. യെശയ്യാവ് 65:15 പറഞ്ഞങ്ങനെയാണ്, സത്യദൈവത്താൽ തന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവമക്കളെ, നമ്മുടെ നാവിനെ ആത്മാവിനാൽ സൂക്ഷിക്കണം. എല്ലായിടത്തും പോയി അഭിപ്രായം പറയാൻ പോകരുത്. എല്ലായിടത്തും പോയി എല്ലാത്തിനും അയ്യോ അവൻ എന്നെപ്പറ്റി പറഞ്ഞു, നിന്നെപ്പറ്റി പറഞ്ഞുവെങ്കിൽ അവൻ പറഞ്ഞ അവിടെ ഇരിക്കട്ടെ, നീ ദൈവത്തെപ്പറ്റി പറയുക. ഹല്ലേലൂയ. നമുക്കെല്ലാവരുടെയും വായടക്കം കഴിയത്തില്ല. നമുക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റും, നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഹൃദയം നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റും. നമുക്ക് ദൈവത്തിനായി പ്രയോജനപ്പെടാൻ പറ്റും. നമുക്ക് ദൈവത്തിനായി ഉപയോഗിക്കപ്പെടാൻ പറ്റും. നമുക്ക് ദൈവത്തിനായി ഗുണകരമായി ജീവിക്കാൻ പറ്റും. നമ്മുടെ ശരീരങ്ങളെ, പ്രാണമണ്ഡലങ്ങളെ, ആത്മമണ്ഡലങ്ങളെ ദൈവത്തിനായി ഉപയോഗിക്കാൻ പറ്റും. ദേഹി ആത്മാവിനാൽ കർത്താവിനെ ഒരുമിച്ച് പാടി മോത്തപ്പെടുത്താൻ പറ്റും. അതേ ദൈവമക്കളെ, ഇന്നൊരു തീരുമാനമെടുക്കാമോ? കർത്താവ് എൻ്റെ വായു കൂടെ വെളിപ്പെട്ട് വരുന്നത് ദൈവത്തിന് ഹിതമുള്ള നല്ല വാക്കല്ലാതെ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നല്ല വാക്കല്ലാതെ അശുദ്ധം അഴുക്കതായി ഒന്നും വരത്തില്ല. നാം സത്യം സംസാരിക്കുമ്പോൾ എന്ത് വെളിപ്പെടും? നാം ക്രിസ്തു എന്ന തലയോളം വളരുകയാണ്. നാം സത്യം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിച്ച് തുടങ്ങുകയാണ്. നാം ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ അരുളപ്പാട് നമ്മിൽ ജീവൻ വയ്ക്കാൻ പോവുകയാണ്. എഫേസ്യർ 4 അതിൻ്റെ 15 വാക്യം ഇപ്രകാരം പറയുന്നു, സ്നേഹത്തിൽ സത്യം സംസാരിച്ചും ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ വളരുവാൻ ഇടയാകും. സ്നേഹത്തിൽ സംസാരിക്കണം. നമ്മുടെ സംസാരം, when we talk, when we speak, നാം സംസാരിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു സ്നേഹം വെളിപ്പെടും. അതാണ് ക്രിസ്തു. അത് നമ്മുടെ നാവിൽ വെളിപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്രിസ്തു എന്ന തലയോളം വളരും. നമുക്കൊരു ആത്മീയ വളർച്ചയുണ്ട്. അതിൻ്റെ 32 പറയുന്നത് എങ്ങനെയാണ്? ആമേൻ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യനും ക്ഷമിക്കുവിൻ. ഹല്ലേലൂയ. 26 വാക്യം പറഞ്ഞെങ്ങനെയാണ്? കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ.
ഹല്ലേലൂയ. 29 പറയുന്നത് ഇങ്ങനെയാണ്: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി അല്ലാതെ, നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിന്ന് പുറപ്പെടരുത്. നാം നമ്മളിത് ബുദ്ധിയിൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ, ഇത് നമ്മളെ ചിന്ത കൊണ്ട് തീരുമാനമെടുക്കുകയാണെങ്കിൽ, മാനുഷ്യരമായി തീരുമാനമെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കാൻ പോവുകയാണ്. കർത്താവ് എപ്പോഴും പറയുന്നു, ആഗ്രഹിക്കുന്നവരെ ഞാൻ അത് ആക്കും. ഹല്ലേലൂയ. നാം എന്ത് പ്രസ്താവിക്കുന്നുവോ അതിനെ പ്രവർത്തിക്കാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ദൂതന്മാരുണ്ട്. നാം പറയുന്ന വാക്കുകൾ അതിനെ കളക്ട് ചെയ്ത് സ്വർഗത്തിലെത്തിച്ച് അതിനെ പ്രവൃത്തി തലങ്ങൾ കൊണ്ടെത്തിക്കുന്ന സ്വർഗത്തിലെ ദൂതന്മാരുണ്ട്. അത് നമ്മൾ അറിയേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് നാം ഈ സത്യം മനസ്സിലാക്കണം. കർത്താവെ, നാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ഹൃദയം ശുദ്ധീകരിക്കാൻ വേണ്ടി നാം എന്ത് കേൾക്കുന്നുവോ, എന്ത് കാണുന്നുവോ, എന്ത് വായിക്കുന്നുവോ, എന്ത് സംസാരിക്കുന്നു, ഇതെല്ലാം നമ്മുടെ മനതലങ്ങളിൽ അടിഞ്ഞുകൂടും. അതുകൊണ്ട് ജീവൻ്റെ വചനം, സത്യവചനം, നിർമ്മല വചനം, യേശു എന്ന ജീവൻ്റെ വചനം അകത്ത് പ്രവേശിക്കട്ടെ. പ്രാർത്ഥിക്കാമോ? എത്ര പേർ പറയും, കർത്താവേ, എനിക്ക് അങ്ങയുടെ നാമത്തിൽ ജീവൻ്റെ വചനം പ്രഖ്യാപിക്കുന്ന, അങ്ങയുടെ നാമത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ പ്രസ്താവിക്കുന്ന ഒരു അഭിഷക്തയെ മാറണം. എൻ്റെ നാവ് ഒരു സമയത്ത് ദൈവത്തെ സ്തുതിക്കുകയും മറുസമയത്ത് ശപിക്കുകയും ആയി മാറരുത്. അനുഗ്രഹിക്കാൻ വിളിച്ചത് കൊണ്ട് അനുഗ്രഹിക്കുന്ന ആരിപ്പിൻ എന്ന് വചനം പഠിപ്പിക്കുന്ന പോലെ ഞാൻ എന്നെ തന്നെ ആദ്യം അനുഗ്രഹിച്ച് ആരംഭിക്കാൻ പോവുകയാണ്. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പച്ചാ, ഞാൻ പാർക്കുന്ന സമൂഹത്തെ ഞാൻ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പച്ചാ, ഞാൻ ഒരു അനുഗ്രഹമായി മാറട്ടെ. അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായി മാറുന്നു. ദൈവം ആരോഗ്യമോ വിടുവിക്കുകയാണ്. ഞാൻ ഒരു പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ദൈവത്തിൻ്റെ വചനത്താൽ ഈ ദൈവമക്കൾ ശുദ്ധി പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്താൽ കൃപ പ്രാർത്ഥിക്കട്ടെ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, അധികം ബലം കിട്ടേണ്ടതിന്, അധികം പ്രയോജനമാകേണ്ടതിന് കൃപ കൂടിയ വാക്കുകൾ. ദൈവത്തിൻ്റെ മക്കൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒരുമിച്ച് കൂടിയപ്പോൾ അവിടെ നാവിൽ അന്യഭാഷകൾ കൊടുത്തുവെങ്കിൽ നിങ്ങളുടെ നാവിൽ സ്വർഗത്തിലെ ഭാഷ വെളിപ്പെടട്ടെ. അത് സംസാരിച്ച് തുടങ്ങിയാട്ടെ. അത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രാണനെയും നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളുടെ ശരീരങ്ങളെയും ദൈവഹിതപ്രകാരമുള്ള വ്യക്തിയൊക്കെ മാറ്റും. അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. സ്വന്തമായ വർധനവ്, ആത്മീയ വർധനവ് ദൈവഹിതപ്രകാരമുള്ളതാണ്. അതേ, പ്രാർത്ഥിച്ചട്ടെ, അന്യഭാഷയിൽ പാടിയാട്ടെ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചട്ടെ. കർത്താവേ, എൻ്റെ നാവ് പുതിയ ഭാഷകളെ സംസാരിക്കുന്നതായി മാറട്ടെ. സംഭവിക്കും. കർത്താവിനാൽ ഉപയോഗിക്കപ്പെടും. അതേ, ദൈവത്താൽ മാനിക്കപ്പെടും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ ഈ ജീവൻ്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളോട് പതിയട്ടെ, മനസ്സിനെ സ്പർശിക്കട്ടെ. അതെ, എൻ്റെ നാവ് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ജീവനെ പ്രസ്താവിക്കാൻ വേണ്ടി, അനുഗ്രഹം പ്രസ്താവിക്കാൻ വേണ്ടി, നന്മ പ്രസ്താവിക്കാൻ വേണ്ടി, കൃപ കിട്ടേണ്ടതിന് നല്ല വാക്ക് പ്രസ്താവിക്കാൻ വേണ്ടി എൻ്റെ ഹൃദയം അതിനൊത്തോണം മാറട്ടെ. ദൈവം സഹായിക്കട്ടെ. ഗഡ് ബ്ലസ് യു. കർത്താവേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. പച്ചാം കർത്താവിൻ്റെ വചനം അവിടെ ചലിപ്പിക്കട്ടെ. അങ്ങയുടെ ഹൃദയത്താൽ നിറഞ്ഞ സന്ദേശം പകരുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ കർത്താവ് അനുവദിച്ചല്ലോ. കേട്ടവരെ ബലപ്പെടുത്തണമേ, കുടുംബത്തെ പണിയണമേ. ശൂന്യതകൾ അവരുടെ വായിന്ന് പുറപ്പെടുന്ന വചനത്താൽ പണിയപ്പെടട്ടെ. ദൈവകൃപ പണിയപ്പെട്ട പച്ച, ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെട്ടെ, ദൈവിക നന്മകൾ വെളിപ്പെട്ട പച്ച, സർവശക്തൻ്റെ നാവിനാൽ അങ്ങയുടെ വചനത്താൽ അങ്ങയുടെ ഹൃദയത്താൽ വെളിപ്പെട്ടുന്ന ആത്മീയ മർമ്മങ്ങളാൽ നിറയപ്പെടുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ആമേൻ.